Welcome back to my channel. This video help you to identify the concept what is correlation and what are the different types of correlation. So welcome back. Correlation. What is correlation? Correlation means actually it states the relationship between two or more variable. That is actually correlation. So meaning and definition of correlation. Correlation refers to the relationship between two or more variables. രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നതാണ് കോറിലേഷൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല എന്താണ് തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കൊടുക്കുകയാണ്. ഇപ്പോൾ കോവിഡ് വാക്സിൻ നമ്മൾ കോവിഡ് ഷീൽഡ് കൊടുക്കുകയാണ്. കോവിഡ് ഷീൽഡ് കൊടുത്തതിന് മുമ്പുള്ള ഇവിടെ വരുന്ന കോവിഡ് പേഷ്യൻസിൻ്റെ എണ്ണവും കോവിഡ് ഷീൽഡ് കൊടുത്തതിന് ശേഷം ആ വാക്സിൻ കൊടുത്തതിന് ശേഷം വരുന്ന ആൾക്കാരുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഡേറ്റ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ? അപ്പോൾ വാക്സിൻ കൊടുക്കുന്നതനുസരിച്ച് കോവിഡിൻ്റെ തീവ്രത കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം കോവിഡ് വാക്സിൻ ഇഫക്റ്റീവാണ്, ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. വാക്സിൻ കൊടുത്തിട്ടും കോവിഡ് പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ കോവിഡ് എന്നുള്ള അസുഖത്തിൻ്റെ തീവ്രത കുറയുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഈ വാക്സിൻ കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല, കാരണം യാതൊരു റിലേഷൻഷിപ്പില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രാക്ടിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് മെഷേഴ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എ കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി ടു ഓർ മോർ വേരിയബിൾസ് ആൻഡ് ടു വേരിയബിൾസ് ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ് if with a changes in the one value of one variable there arise a changes in the value of other variable also. അതായത് രണ്ട് വേരിയബിൾ തമ്മിൽ കോറിലേറ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരിടത്ത് വരുന്ന ചേഞ്ചസ് മറ്റൊരു വേരിയബിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് സംഭവിച്ചിരിക്കണം. എങ്കിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാക്സിൻ കൊടുത്തതിന് ശേഷം കോവിഡിൻ്റെ തീവ്രതയിൽ കുറയുന്നുണ്ട്. അപ്പോൾ വാക്സിൻ്റെ എണ്ണം കൂടുന്തോറും കോവിഡ് പേഷ്യൻസ് അല്ലെങ്കിൽ കോവിഡിൻ്റെ മരണനിരക്ക് കുറയുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ റിലേറ്റഡ് ആണെന്ന് പറയാം. വാക്സിൻ കൊടുത്തിട്ട് കൂടിയാലും കുറഞ്ഞാലും റിലേഷൻഷിപ്പ് ഒന്നുമില്ലെങ്കിൽ ദർ ഈസ് നോ കോറിലേഷൻ. അപ്പോൾ രണ്ട് ഡേറ്റ തമ്മിൽ കോറിലേറ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ദർ അറൈസ് എ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഓൾസോ. മറ്റൊരു വേരിയബിൾ അതുപോലെ ചേഞ്ച് ചെയ്തിരിക്കണം. മറ്റൊരു പറഞ്ഞാൽ ദസ് ഇഫ് with a changes in the price of a commodity, ഒരു എക്സാമ്പിൾ പറയാം, the demand for that commodity changes. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്താൽ അതിൻ്റെ ഡിമാൻഡും കുറയും. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയും. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കൂടും എന്നുള്ള നമ്മളെപ്പോഴും എക്കണോമിക്സിലും ഒക്കെ പഠിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ. അതൊരു കോറിലേഷനാണ് അത് കാണിക്കുന്നത്. സോ ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ദാൻ ടു വേരിയബിൾ ഇസ് സ്റ്റഡിഡ് ഈസ് കോൾഡ് മെഷേഴ്സ് ഓഫ് correlation. For measures of correlation, the statistical tool with the help of which the relationship between two or more than variable is studied, it is called measures of correlation. Then the measures of correlation namakku matturuthi parna, it is called correlation coefficient because it summarizes in one figure the direction and the extent of correlation. രണ്ട് ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൻ്റെ ഡയറക്ഷൻ ഏത് ദിക്കിലേക്കാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ആണോ അതോ സെയിം ഡയറക്ഷനിൽ പോകുന്നുണ്ടോ, ഏത് പരിധി വരെ റിലേഷൻഷിപ്പ് പോകുന്നു എന്നൊക്കെ ഉള്ളത് ഒരു സിംഗിൾ വാല്യൂവിൽ സമ്മറൈസ് ചെയ്ത് കാണിക്കാൻ കോറിലേഷന് കഴിയുന്നുണ്ട്. അതായത് ഇപ്പോൾ കോറിലേഷൻ്റെ വാല്യൂ സാധാരണ പറയുന്നത് -1 തൊട്ട് +1 വരെയാണ്. അപ്പം -1 തൊട്ട് +1 വരെ പറയുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം +1 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് കോറിലേഷനാണ്. 1% ഇപ്പുറത്തൊരു വേരിയബിൾ കൂടിയാൽ അപ്പുറത്തും 1% തന്നെ കൂടിയിരിക്കും. അപ്പോൾ ഒരു സിംഗിൾ ഫിഗറിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുന്നുണ്ട്. And this correlation analysis refers to the technique used in measuring the closeness of relationship between variables. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ക്ലോസ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു AM Chettle, he is define correlation is an analysis of the co-variation between two or more variable. Correlation എന്ന് പറഞ്ഞാൽ is an analysis of the co-variation, ഒരുമിച്ചുള്ള മാറ്റം, വേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾ, അതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, നമ്മൾ അടുത്ത ഏതൊക്കെ ടൈപ്പിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ കോറിലേഷൻ, ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അടുത്തെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. ദ ലാസ്റ്റ് വൺ ഈസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും.
ദെൻ നമുക്ക് ഓരോന്നിനും നോക്കാം. സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. എന്താണ് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ? നമുക്ക് തിയറി നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് വേരിയബിൾസ് സ്റ്റഡിഡ്. നമ്മൾ എത്ര വേരിയബിളാണ് സ്റ്റഡി ചെയ്തത്? മിനിമം 2 വേരിയബിളുകളെ നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം. 2 തൊട്ട് എത്ര വേരിയബിൾ വേണമെങ്കിലും നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പം അതിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് സിമ്പിൾ ആണോ പാർഷ്യൽ ആണോ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, that is the relationship between any 2 variables only is studied. It is in the case of simple correlation. ഇപ്പോൾ ഞാൻ പറഞ്ഞു കോവിഡ് വാക്സിൻ എന്ന് പറയുന്നതും കോവിഡ് പേഷ്യൻ്റ് അല്ലെങ്കിൽ കോവിഡിൻ്റെ ഡെത്ത് റേറ്റും തമ്മിൽ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യണം. അവിടെ ആ 2 വേരിയബിളെ നമ്മൾ എടുക്കുന്നു. കോവിഡ് വാക്സിൻ എന്ന് പറയുന്നതും കോവിഡിൻ്റെ ഡെത്ത് റേറ്റും. വേറെ ഒന്നിനെപ്പറ്റി നമ്മൾ ബോധരാവുന്നില്ല. ഈ 2 ഡേറ്റ മാത്രം എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്യാം. അതൊരു സിമ്പിൾ കോറിലേഷൻ ആണ്. 2 വേരിയബിൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. എന്നാൽ when the relationship between any 2 out of 3 or more variables, 2 നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ, പക്ഷേ 2ൽ കൂടുതൽ വേരിയബിൾ അവിടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ കോവിഡ് ഷീൽഡ് നമ്മൾ എടുക്കുന്നു. കോവിഡ് ഷീൽഡും ഡെത്ത് റേറ്റും നമ്മൾ പഠിക്കുമ്പോൾ സെയിം ടൈമിൽ ഈ ഡെത്ത് റേറ്റിന് കാരണക്കാരായിട്ടുള്ള ഈ പേഷ്യൻസിന് മറ്റെന്തെങ്കിലും അസുഖമുള്ളവരാണ് കൂടുതലും മരണപ്പെടുന്നത്, അതല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഏജ്, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇതെല്ലാം വേരിയബിളാണ്. ഇതൊന്നും നമ്മൾ സ്റ്റഡി ചെയ്യാതെ നമ്മൾ ആകെ ഇവരുടെ കോവിഡ് ഷീൽഡ് കൊടുക്കുന്നതും അതിൻ്റെ ഡെത്ത് റേറ്റ് മാത്രം കമ്പയർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ 2-3 വേരിയബിൾ നമ്മൾ റെഫറൻസ് വെച്ചിട്ട് അതിൽ 2 വേരിയബിളെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ, ബിക്കോസ് കംപ്ലീറ്റ് അല്ല, അതിലൊരു പോർഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതിന് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഈ പാർഷ്യൽ കോറിലേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ഔട്ട് ഓഫ് 3 റിലേറ്റഡ് വേരിയബിൾ, ദാറ്റ് ഈസ് ഏജ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, 3 റിലേറ്റഡ് വേരിയബിൾസ് ആണത്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മളിവിടെ ആകെപ്പാടെ ഏജും വെയിറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ ഹൈറ്റ് എന്നുള്ള വേരിയബിൾ നമ്മളങ്ങ് ഒഴിവാക്കിയിട്ട് ഏജും വെയിറ്റും മാത്രമേ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഹൈറ്റ് ഒരു വേരിയബിൾ തന്നെയാണ്. അതായത് ഇത് റിലേഷൻഷിപ്പ് നോക്കുമ്പം ഹൈറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആകെ ഏജും വെയിറ്റും മാത്രമേ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് ദ പാർഷ്യൽ കോറിലേഷൻ. Then when the relationship between 3 or more variable is studied simultaneously, നമ്മൾ ഒരേ സമയത്ത് തന്നെ 2 അതിൽ കൂടുതലോ 3 അതിൽ കൂടുതലോ വേരിയബിൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. നമ്മൾ 3 വേരിയബിളെങ്കിലും മിനിമം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 പേരെ മാത്രം പഠിക്കുന്നു, അത് സിമ്പിൾ കോറിലേഷൻ. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്, 3, 4, 5 വേരിയബിളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 2 പേരെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ. എന്നാൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വേരിയബിൾ പഠിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. എത്ര വേരിയബിൾ എടുത്തു നമ്മൾ സ്റ്റഡി. അപ്പോൾ 3 or more വേരിയബിൾസ് നമുക്ക് കോറിലേഷൻ എടുത്ത് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് കോൾഡ് ദ മൾട്ടിപ്പിൾ കോറിലേഷൻ. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, വി ആർ സ്റ്റഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ, റെയിൻഫാൾ ആൻഡ് അഗ്രികൾച്ചർ അറ്റ് ദ സെയിം ടൈം. അഗ്രികൾച്ചർ ഈൽഡും റെയിൻഫാളും ടെമ്പറേച്ചർ ഇതെല്ലാം റിലേറ്റഡ് ആണ്. അഗ്രികൾച്ചർ ഈൽഡിനെ സ്വാധീനിക്കുന്നതാണ് റെയിൻഫാളും ടെമ്പറേച്ചർ. ഇതെല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ദാറ്റ് ഈസ് അനദർ ദ എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഡയറക്ഷൻ കാണിക്കുന്നതാണ്. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ്റെ പ്രത്യേകത. പോസിറ്റീവ് കോറിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അപ്വേർഡ് ടെൻഡൻസി കാണാം. അതായത് ഒരാൾ കൂടുമ്പം അടുത്ത ആളും കുറച്ച് കൂടും. അടുത്ത ആൾ കൂടുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ 10% കൂടിയാൽ ഇവിടെ ഒരാൾ ഒരു 5% കൂടിയിരിക്കും. അടുത്ത ആൾ 20% കൂടിയാൽ ഇവിടെ ഒരു 15% കൂടിയിരിക്കും. പ്രൊപ്പോർഷൻ അല്ല, പക്ഷേ ഇവർ ഒരേപോലെ മൂവ് ചെയ്യല്ല, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഒരാൾ കൂടിയാൽ ഇപ്പുറത്ത് അടുത്ത ആളും കൂടിയിരിക്കും. അതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ഒരാൾ കൂടിയാൽ മറ്റേ ആൾ കുറയും. അത് പ്രൊപ്പോർഷനിലല്ല. ഒരാൾ കൂടുമ്പോൾ ഒരാൾ 10% കൂടിയാൽ ഇവിടെ ഒരു 5% കുറഞ്ഞിരിക്കും. ഒരു 20% കൂടിയാൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 12% കുറഞ്ഞിരിക്കും. അപ്പോൾ ഒരു പ്രൊപ്പോർഷനായിട്ട് മൂവ് ചെയ്യുന്നില്ലെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് പോസിറ്റീവ്. അപ്പോൾ ഒരുപോലെ മൂവ് ചെയ്യണമെന്നില്ല, പക്ഷേ ഒരിടത്ത് കൂടിയാൽ ഇപ്പുറത്തും കൂടും. ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് എ കോറിലേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ഓഫ് ദ വേരിയബിൾ. ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയിട്ടാണ്. അതായത് എ പോസിറ്റീവ് കോറിലേഷൻ, എന്താണ് പോസിറ്റീവ് കോറിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഈസ് വൺ വെയർ വാല്യൂ ഓഫ് ബോത്ത് ദ വേരിയബിൾസ് അണ്ടർ ദ സ്റ്റഡി മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. പോസിറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചില
ഈ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് അവരുള്ള അവസ്ഥ എന്താണ്? മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് കോറിലേഷൻ നമുക്ക് സിംപ്ലി ആയിട്ട് പറയാൻ പറ്റും. കല്യാണം കഴിഞ്ഞ സമയത്ത് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എങ്ങോട്ട് പോകുന്നു, മറ്റേ ആൾ അതുപോലെ തന്നെ പോകും. കൂടെ ഒരുപോലെ തന്നെ പോകണമെന്നില്ലെന്ന്, പക്ഷേ ഒരാൾ മൂവ് ചെയ്യുന്നിടത്തോട്ട് തന്നെ മറ്റേ ആളും പോവുകയും ചെയ്യും അല്ലേ? അങ്ങനെ നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. കുറേ നാൾ കഴിയുമ്പോൾ അവസ്ഥയാണ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഒരാൾ അങ്ങോട്ട് പോയാൽ മറ്റേ ആൾ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ? ആ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ജസ്റ്റ് ഞാനത് ഒരു നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് കോട്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് കോറിലേഷൻ ഈസ് വൺ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ അണ്ടർ സ്റ്റഡി മൂവ് ഇൻ ദ ബോത്ത് ദ വേരിയബിൾസ് ആർ മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരാൾ കൂടിയാൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ, വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഓൾസോ ഇൻക്രീസസ്. സെയിം, ഒരാൾ കുറഞ്ഞാൽ മറ്റേ ആളും കുറയും. ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി നമ്മളിതിൻ്റെ ഒരു ഗ്രാഫിൽ വരച്ചത് ദ ഡേറ്റ ഓഫ് എ പോസിറ്റീവ് കോറിലേഷൻ വെൻ പ്ലോട്ട് ഓൺ എ ഗ്രാഫ് പേപ്പർ ദാറ്റ് ഗീവ് ആൻ അപ്വേർഡ് കർവ്. ഓക്കെ, ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഇവിടെ ഹൈറ്റും വെയിറ്റും തമ്മിൽ ഒരുപോലല്ല പോകുന്നത്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വെയിറ്റും കൂടുന്നുണ്ട്, പക്ഷേ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടൊന്നും മൂവ് ചെയ്യുന്നൊന്നുമില്ല. 120 130 ആയപ്പോൾ 45 52 അപ്പോൾ ഇവിടെ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 130 40 പോയപ്പം ഇവിടെ 8 കൂടിയേക്കുന്നത്. അടുത്ത 150 50 പോയപ്പോൾ 5 കൂടിയേക്കുന്നത്. അപ്പോൾ ഇത് പ്രൊപ്പോർഷനായിട്ട് ഇവിടെ 20 കൂടിയേക്കുന്നത്. അപ്പോൾ പ്രൊപ്പോർഷനായിട്ട് മൂവ് ഇല്ല, പക്ഷേ ഒരാൾ കൂടും മറ്റേ ആളും കൂടിയിരിക്കും. ദാറ്റ് ഈസ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ പിന്നെ നെഗറ്റീവ് കോറിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല. നെഗറ്റീവ് കോറിലേഷൻ ആ ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ ഹയസ്റ്റ് നിൽക്കുവാണെങ്കിൽ അടുത്ത ആൾ ലോവസ്റ്റിലായിരിക്കും. ഒരാൾ അല്പം താഴോട്ട് വന്നാൽ മറ്റേ ആൾ കൂടുക ചെയ്യുന്നത്. ഒരാൾ അല്പം താഴോട്ട് വന്നാൽ മറ്റേ ആൾ വീണ്ടും കൂടും. അപ്പോൾ ഒരാൾ ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കും, മറ്റേ ആൾ മേളോട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതിന് എന്ത് പറയാം? ഒരു ഡൗൺവേർഡ് കർവ് എന്ന് പറയാം. സോ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഈസ് വൺ വേർ ബോത്ത് ദ വേരിയബിൾസ് ആൻഡ് ദ സ്റ്റഡി മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് കോറിലേഷൻ അതെ, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി അതൊരു ഗ്രാഫ് പേപ്പറിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കതിന് ഡൗൺവേർഡ് കർവിൽ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരാൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മറ്റേ ആൾ ഡിക്രീസ് ചെയ്യുന്നു, ഒരാൾ ഡിക്രീസ് ചെയ്താൽ മറ്റേ ആൾ ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. അനദർ ക്ലാസിഫിക്കേഷൻ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് സപ്ലൈയും പ്രൈസും തമ്മിലാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലാണ്. എന്താണ്? രണ്ട് പ്രൈസിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സപ്ലൈ 8 12 ഇങ്ങനെ അളവിൽ കൂടുന്നതനുസരിച്ച് പ്രൈസ് അതിൻ്റെ ഡിമാൻഡോ കുറഞ്ഞുകൊണ്ടിരിക്കും. സപ്ലൈ കൂടിയാൽ ഡിമാൻഡ് കുറയും. ഇപ്പോൾ രണ്ട് തമ്മിൽ ഒരുപോലല്ല, പക്ഷേ ദേ ആർ മെയിൻറ്റെയിനിങ് എ നെഗറ്റീവ് കോറിലേഷൻ. അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ. പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ 10% കൂടിയാൽ ഇപ്പുറത്താൾ 10% കൂടിയിരിക്കും. അല്ലെങ്കിൽ ഒരാൾ 10% കൂടിയാൽ ഇപ്പുറത്ത് 10% കുറഞ്ഞിരിക്കും. അതിനെ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. രണ്ടുപേരും തമ്മിൽ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ, 10% കൂടിയാൽ 10% ഇപ്പുറത്ത് കൂടും, അല്ലെങ്കിൽ 10% കൂടിയാൽ 10% ഇപ്പുറത്ത് കുറയും. ആ ചേഞ്ചസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും. അതേപോലെ വെൻ ദ വാല്യൂ ഓഫ് ബോത്ത് ദ വേരിയബിൾസ് അണ്ടർ ദ സ്റ്റഡി ചേഞ്ചസ് അറ്റ് എ കോൺസ്റ്റന്റ് റേഷ്യോ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഡയറക്ഷൻ. അതാ ഞാൻ പറയാം, ഡയറക്ഷൻ എന്നുള്ള അല്ല മാറ്റർ, കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഒരാൾ 10% മേളോട്ട് പോയാൽ അടുത്ത ആൾ 10% താഴോട്ട് വരും. ഇത് നമുക്ക് സെയിം പ്രൊപ്പോർഷനാണ്. അല്ലെങ്കിൽ ഒരാൾ 10% മേളോട്ട് കയറിയാൽ ഇപ്പുറത്തും 10% മേളോട്ട് വരും. രണ്ടും പെർഫെക്റ്റ് കോറിലേഷനാണ്. ഓക്കെ, അതാണ് അതിൽ പെർഫെക്റ്റ് തന്നെ. നമുക്ക് പെർഫെക്റ്റ് നെഗറ്റീവ് പോസിറ്റീവ്, നേരത്തെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനല്ലേ പറഞ്ഞത്. രണ്ടുപേരും പ്രൊപ്പോർഷനായിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്ത പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. രണ്ടുപേരും ഒരാൾ 10% മേളോട്ട് പോയപ്പോൾ മറ്റേ ആൾ 10% താഴോട്ട് വന്നാൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് പറയാം. നമ്മൾ തൊട്ടും പഠിച്ച പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ ഇവിടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്നാൽ അപ്പോൾ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾസ് അണ്ടർ ദ സ്റ്റഡി ചേഞ്ചസ് ഇൻ എ ഡിഫറൻറ്റ് റേഷ്യോ. ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ എന്നേ ഉള്ളൂ, പക്ഷേ അവർ തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് ഒന്നും അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെയും വിളിക്കാം, ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് വിളിക്കാം. അതായത് ഒരാൾ 10% കൂടിയപ്പോൾ ഇപ്പുറത്തൊരാൾ 8% കൂടി. അപ്പോൾ അത് ഇംപെർഫെക്റ്റ് കോറിലേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. രണ്ടും കൂടിയതുകൊണ്ട് ഇംപെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. രണ്ടുപേരും റിവേഴ്സ്, അതായത് ഒരാൾ 10% കൂടിയപ്പോൾ മറ്റേ 8% താഴോട്ട് വന്നെങ്കിൽ ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. രണ്ടുപേരും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ, ഡയറക്ഷൻ ഒരു മാറ്റർ അല്ല. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെൻ കോറിലേഷൻ ആർ മെഷേർഡ് മാത്തമാറ്റിക്കലി, ഈ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ നമുക്ക് മാത്തമാറ്റിക്കൽ രണ്ട് എക്സ്റ്റെൻറ്റ് കിട്ടുന്നത്. ദ വാല്യൂ ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് +1 -1 ആയിരിക്കും. വാല്യൂ ഓഫ് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് +1 അല്ലെങ്കിൽ -1 ആയിരിക്കും പെർഫെക്റ്റ് കോറിലേഷൻ എന്നത്. വാല്യൂ ഓഫ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയുന്നത് +1നും -1നും ഇടയ്ക്കുള്ളതെല്ലാം ഇംപെർഫെക്റ്റ് കോറിലേഷൻ ആണ്. അതായത് നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ റിലേഷൻഷിപ്പ് +1 വന്നാൽ അതിൻ്റെ അർത്ഥം
പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. പെർഫെക്റ്റ് പോസിറ്റീവ്, അതായത് ഈ പെർഫെക്റ്റും തൊട്ടും പഠിച്ച പോസിറ്റീവും കൂടെ ചേർന്നുള്ള പോസിറ്റീവ് കോറിലേഷൻ എന്താണ്? രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഒരാൾ 10% കൂടിയാൽ ഇപ്പറയും 10% കൂടും. അപ്പോൾ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോറിലേഷൻ, +1 എന്ന് പറയാം. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നതാണ് +1. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോറിലേഷൻ. 1 എന്നുള്ള ഒരു വാല്യൂവിൽ ചെന്ന് അതിനെ നമുക്ക് പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. +1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അതായത് രണ്ടുപേരും ഒരേ ഡയറക്ഷനിലും ഒരേ പ്രൊപ്പോർഷനിലും പോകും, ഒരേ ഡയറക്ഷനിലും ഒരേ പ്രൊപ്പോർഷനിലും. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് വെച്ചാൽ രണ്ടുപേരും പ്രൊപ്പോർഷനിലായിട്ടാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ ഒരാൾ മുമ്പോട്ട് പോകുമ്പോൾ മറ്റേ പുറകോട്ടായിരിക്കും പോകുന്നത്. അതിന് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് പോകാൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ നമുക്ക് പറയാം. ആൻഡ് ദ വാല്യൂ ഓഫ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഏത് വാല്യൂ, ഇപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു കോറിലേഷൻ്റെ ആൻസർ -9 എന്ന് കിട്ടിയ അതിൻ്റെ അർത്ഥം ഇംപെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ +9 എന്ന് വെച്ചാൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. വിശദമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി പെർഫെക്റ്റ് കോറിലേഷൻ ക്യാൻ ബി എയ്തർ പെർഫെക്റ്റ് പോസിറ്റീവ് ആൻഡ് പെർഫെക്റ്റ് നെഗറ്റീവ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് അതാണ്. അതാണെങ്കിൽ ഇംപെർഫെക്റ്റ് കോറിലേഷൻ നമുക്ക് പെർഫെക്റ്റ് പോസിറ്റീവും ഇംപെർഫെക്റ്റ് പോസിറ്റീവ് എന്നും ഇംപെർഫെക്റ്റ് നെഗറ്റീവ് എന്നും പറയാൻ കഴിയും. ആൻഡ് ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ സ്പീക്സ് the degree of correlation which is ascertained by computing the coefficient. നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് കോറിലേഷൻ നമുക്ക് കറക്റ്റ് ഡിഗ്രി പറഞ്ഞു തരും. അതായത് +1 എന്നതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് കോറിലേഷനാണ് രണ്ട് ഡേറ്റ തമ്മിൽ. ഒരാൾ 1% കൂടി ഇപ്പുറത്ത് 1% തന്നെ കൂടും. ഒരാൾ 100% കൂടിയാൽ മറ്റേ ആൾ 100% തന്നെ കൂടും. അതിനെ പെർഫെക്റ്റ് കോറിലേഷൻ. അപ്പോൾ ആ ഡിഗ്രി എത്രത്തോളം ഉണ്ടെന്ന് പറയും. ഇപ്പോൾ 0.5 കാണിക്കുന്നുണ്ടെങ്കിൽ ആ അവർ തമ്മിലുള്ള ഇംപെർഫെക്റ്റ് അത്. അപ്പോൾ അവർ തമ്മിൽ ഒരു 100% റിലേഷൻഷിപ്പ് ഇല്ല. ഒരാൾ 5% കൂടി ഇപ്പുറത്ത് അതുപോലെ 5% കൂടും, പക്ഷേ അത് ഏത് തരത്തിലാണ് വരുന്നത്? ഒരാൾ 5% കൂടി ഇപ്പുറത്ത് ഒരു 2% കൂടും. രണ്ടുപേരും കൂടുന്നുണ്ട്, പക്ഷേ അത്രയ്ക്ക് അങ്ങ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. 50% ഉള്ളൂ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ആ ഡിഗ്രി നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഈ പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് ടൂൾ വെച്ചിട്ട്. അടുത്തതാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഇത് നമ്മൾ ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിനാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നമ്മളിവിടെ ഗ്രാഫിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഇത് നമ്മൾ ലീനിയർ കോറിലേഷനാണ്. അത് രണ്ട് ഡേറ്റ തമ്മിൽ നമ്മളൊരു ഗ്രാഫിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ലൈൻ കിട്ടും. അതിന് നമ്മൾ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ അങ്ങനെയൊന്നും റിലേഷൻഷിപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും ഡേറ്റ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് ഇവിടെ കൂടി ഇവിടെ കുറയുമ്പോൾ ഇങ്ങനെ മാറി വരുന്നെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ. നമുക്ക് അതിൻ്റെ തിയറിറ്റിക്കൽ ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞാൽ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾ ഈസ് സെഡ് ടു ബി ലീനിയർ ഇഫ് കറസ്പോണ്ടിങ് ടു എ യൂണിറ്റ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ദർ ഇസ് എ കോൺസ്റ്റന്റ് ചേഞ്ചസ് ഇൻ അതർ വേരിയബിൾ. ഇപ്പോൾ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ഫോം ചെയ്യും. എന്താ കാരണം? ഒരാൾ ഒരിടത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റാൾ അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നമ്മളതിനെ വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എന്നാൽ അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തും ആയിക്കോട്ടെ, നമ്മളത് വരയ്ക്കുമ്പം ഒരു അപ്വേർഡോ ഡൗൺവേർഡോ എന്തും ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അത് ഇവിടെ ലീനിയർ കോറിലേഷൻ ഒരു എക്സാമ്പിൾ പറയുന്നത് 10, 20 ഇവിടെ 10ൻ്റെ ഡിഫറൻസിൽ പോകുമ്പോൾ ഇവിടെ 5ൻ്റെ ഡിഫറൻസിൽ കയറി പോകുന്നു. രണ്ടുപേരും ഒരേ പ്രൊപ്പോർഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അത് നമുക്ക് ഡേറ്റ ലീനിയർ ലൈനിൽ നമ്മൾ ഗ്രാഫിൽ വരച്ചാൽ നമുക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. കോറിലേഷൻ നോൺ ലീനിയർ എന്ന് പറയണമെങ്കിൽ കോറിലേഷൻ വുഡ് ബി കോൾഡ് നോൺ ലീനിയർ ഓർ കർവ് ലീനിയർ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. കർവ് ലീനിയർ ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ കോൺസ്റ്റാന്റ് റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ ദി എമൗണ്ട് ഓഫ് അതർ വേരിയബിൾ. ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ തമ്മിൽ ചേഞ്ചസ് പ്രൊപ്പോർഷനേറ്റ് അല്ല, കോൺസ്റ്റാന്റ് അല്ല, ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ ലീനിയർ കോറിലേഷൻ. നമ്മളതിനെ ഗ്രാഫിൽ വരച്ചു കഴിഞ്ഞാൽ കർവ്ഡ് ആയിട്ട് നിൽക്കും, വളഞ്ഞു നിൽക്കും ആ ലൈൻ. ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നും പറയാൻ കഴിയും. അതിൻ്റെ ഡേറ്റ ഇവിടെ നോക്ക്, 40, 50, 60 എന്ന് പറയുമ്പോൾ ഇവിടെ 4, 5 കഴിഞ്ഞാൽ പിന്നെ 7 വരുന്നത് കേട്ടോ. ഇവിടെ 2 ഡിഫറൻസ്, ഇവിടെ 1 ഉള്ളായിരുന്നു, ഇവിടെ 2 ആയി. അത് കണക്ക് തന്നെ ഇവിടെയും 2 ആയി, പക്ഷേ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 1 ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിലാണ് ചേഞ്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു തിയറിറ്റിക്കൽ പോർഷനാണ്, അതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.